കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നായിരുന്നു. അപ്പോൾ വിപുലമായ അന്വേഷണ ആവശ്യം ഉയരുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട്. അമൽ തേനംപറമ്പിൽ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. അമൽ, സഭാ നടപടികൾ അമലാണല്ലോ റിപ്പോർട്ട് ചെയ്തത്. പ്രതിപക്ഷവുമായി അമൽ സംസാരിക്കുകയും ചെയ്താണ് നേരിട്ട്. പ്രധാനപ്പെട്ട ആവശ്യം ദേവസ്വം മന്ത്രിയുടെ രാജിയും CBI അന്വേഷണവുമാണ്. എങ്ങനെയായിരുന്നു സഭയിൽ ഈ വിഷയം അതിന്റെ ഗൗരവത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്നത്? ഈ വിഷയത്തിൽ ഇന്നലെ വൈകുന്നേരം അറിയിച്ചിരുന്നത്, പ്രതിപക്ഷത്തു നിന്നും അറിയിച്ചിരുന്നത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. അതിനുശേഷം സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അവതരണ അനുമതി ലഭിക്കില്ല. പിന്നീടൊരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് പ്രതിപക്ഷ ക്യാമ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ വീണ്ടും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ആ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ഈ പറയുന്ന 10 മണി വരെ നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല, ചോദ്യോത്തരവേളയിൽ തന്നെ സഭ തുടങ്ങുമ്പോൾ തന്നെ ഈ വിഷയം അവതരിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ സഭാ നടപടികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചോദ്യോത്തരവേളയാണ്. ചോദ്യോത്തരവേളയിൽ ചില വിഷയങ്ങളിൽ ആദ്യം ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ബാനർ ഉയർത്തൽ ഒക്കെ ഉണ്ടാകും. പിന്നീട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നു. മന്ത്രിമാർ അതാത് ഏതെങ്കിലും ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ ചോദ്യോത്തര വേള. അപ്പോൾ ആ വിഷയത്തിൽ മറുപടി പറയുന്നു. ചോദ്യോത്തര വേളയിൽ തന്നെ സഭാ നടപടി തടസ്സപ്പെടുത്താം എന്ന ഗൗരവത്തിലേക്കാണോ ഈ വിഷയത്തെ ഇന്ന് സഭയിൽ പ്രതിപക്ഷം സമീപിച്ചത്? അതായത് സഭാ നടപടികൾ 9 മണിക്ക് തുടങ്ങി 9:06 സഭാ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന് സ്പീക്കർ പറഞ്ഞു. അതിനുശേഷം പിന്നീടൊരു ശാന്തതയാണ്. 10 മണിയാകുമ്പോൾ വീണ്ടും സഭ സമ്മേളിക്കുന്നു. ആ സമ്മേളിച്ച സമയം മുതൽ പിന്നീട് അങ്ങോട്ട് വലിയ പ്രതിപക്ഷ ബഹളം. സ്പീക്കറുടെ സാധാരണ നിലയിൽ ഈ പ്രതിപക്ഷാംഗങ്ങൾ ബാനറുമായി പോകാറുണ്ട്, അല്ലെങ്കിൽ ഫ്ലെക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ കൂടി, പ്ലക്കാർഡൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിൽ കൂടി സ്പീക്കറുടെ മുഖം ഒരു പരിധിക്കപ്പുറത്തേക്ക് മറയ്ക്കാറില്ല. ഇത് പക്ഷേ ബാനർ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സ്പീക്കർ പലവട്ടം പറഞ്ഞു ബാനർ താഴ്ത്തണം കാര്യം. പക്ഷേ അതിലെഴുതിയിരുന്ന വരിയും വൈകാരികമാണ്. അതായത് അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ, ഇതാണ് ആ ബാനറിലെ വാചകം എന്ന് പറയുന്നത്. പ്ലക്കാർഡും സമാനമായി തന്നെയുള്ള വാചകങ്ങളുള്ള പ്ലക്കാർഡുകളുമായിരുന്നു. അതിനുശേഷം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്തുകൊണ്ടാണ് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം തയ്യാറാകാത്തത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപക്ഷത്തിന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ അതിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറയുന്നത് 19-ാം തീയതി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നതാണ്, നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ അന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനാകില്ല എന്നൊരു കാര്യമാണ് സർക്കാർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് വീണ്ടും ഒരു നോട്ടീസ് നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം 3 മണിക്ക് തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ UDF ചേരുന്നു. ഈ 2 യോഗങ്ങൾക്കും ശേഷം ഈ ശബരിമല വിഷയം അങ്ങേയറ്റം ഗൗരവമുള്ളൊരു വിഷയമായി കണ്ട് വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ ഒരു തീരുമാനം. നാളെ ഇനി സഭ സമ്മേളിക്കുമ്പോൾ എന്താണ് നടക്കുക എന്നുള്ള കാര്യം. ശബരിമല ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് കേരളത്തിൽ എന്ന കാര്യം നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിൽ, അന്നത്തെ സർക്കാരിൻ്റെ പ്രതിരോധങ്ങളിൽ, അന്നത്തെ നവോത്ഥാന സദസ്സ് ഉൾപ്പെടെ, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ അത് കേരളം കണ്ടതാണ്. പിന്നാലെ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രതിഫലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം, അതിന് പിന്നാലെയാണ് ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെ നഷ്ടമായി എന്ന വിവരം വരുന്നത്.